ബിഗ് ബോസ് ലൈവിൽ നിവിൻ, മസ്താനി, അഭിലാഷ്, ലക്ഷ്മി ഇവർ 4 പേരൂടെ ഇരുന്നിട്ട് ഓരോ കണ്ടസ്റ്റൻറ്റിനെ പറ്റിയും ഇങ്ങനെ കോമഡിയിലൂടെ നിവിൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അക്ബറിന് ലാലേട്ടൻ വരുന്ന സമയത്ത് അക്ബറിനെ എണ്ണീപ്പിച്ച് നിർത്തി എവിക്റ്റഡ് ആയി എന്നുള്ള കാര്യം പറയുമ്പം അക്ബറിൻ്റെ റിയാക്ഷൻ എന്താണ്, അതുപോലെ അപ്പാനി ശരത്തിൻ്റെ റിയാക്ഷൻ എന്താണ്. അപ്പോൾ അതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അഭിലാഷ് പറയുന്നുണ്ട് രേണുസുധിയുടെ നമുക്കൊന്ന് എടുക്കാമെന്ന്. അപ്പോൾ രേണുസുധിയായിട്ട് നിവിൻ ഇങ്ങനെ അഭിനയിക്കുകയാണ്. എല്ലാ ക്യാമറയുടെ ഫ്രണ്ടിലും പോയിട്ട് രേണുസുധി കരഞ്ഞുകൊണ്ട് പറയാറുണ്ട്, എനിക്ക് എൻ്റെ മക്കളെ കാണണം, എൻ്റെ മക്കളെ വിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് വീട്ടിൽ പോകണം, എന്നെ എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കണം ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് 72 ക്യാമറയിലും പോയി രേണുസുധി പറയാറുണ്ടെന്ന് ഇവരെല്ലാവരും പറയുന്നു. അപ്പം അതിനെപ്പറ്റി ലാലേട്ടൻ വരുമ്പോൾ രേണുസുധിയോട് ചോദിക്കുന്നതാണ്. നിവിൻ രേണുസുധിയും അഭിലാഷ് ലാലേട്ടനുമായിട്ട് ചോദിക്കുകയാണ്. ലാലേട്ടൻ രേണുസുധിയോട് ചോദിക്കുന്നു, എന്താണ് രേണുസുധി 2 ദിവസം കൊണ്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് വീട്ടിൽ പോകണമെന്ന് പറയുന്നുണ്ടല്ലോ, രേണുസുധിക്ക് പോകണമെന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞു വിടാൻ തയ്യാറാണ്, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, രേണുസുധിക്ക് വേണമെങ്കിൽ പോകാം, ഇവിടെ ആരും രേണുസുധിയെ തടയത്തില്ല. അപ്പം രേണുസുധിയായിട്ട് നിവിനാണ് പറയുന്നത്. അപ്പം നിവിൻ പറയുന്നത്, അത് ലാലേട്ടാ എനിക്കങ്ങനെ പോകണമെന്നൊന്നുമില്ല, പ്രേക്ഷകർ തീരുമാനിക്കുന്നത് എത്ര സമയം വരെ ഞാനിവിടെ നിൽക്കണമെന്നാണോ അത്രയും വരെ ഞാനിവിടെ നിൽക്കാൻ തയ്യാറാണ്, എനിക്ക് പോകണ്ട ലാലേട്ടാ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, തിങ്കൾ മുതൽ വ്യാഴം വരെയും രേണുസുധി ഇത് തന്നെയാണല്ലോ, ക്യാമറയുടെ ഫ്രണ്ടിൽ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആണല്ലോ, അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പോകാം, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ രേണുസുധി പറയുന്നത്, അല്ല ലാലേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പോകണമെന്നില്ല, 100 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വീട്ടിലോട്ടല്ലേ പോകുന്നത്, മക്കളെ അന്നേരം കാണാമല്ലോ എന്ന് പറയുന്നുണ്ട്. ഞാനിവിടെ നിന്നോളാം, പ്രേക്ഷകരല്ലേ തീരുമാനിക്കുന്നത് ഞാനിവിടെ നിൽക്കണോ വേണ്ടേ എന്ന്, അതുകൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടം. ടാസ്കിനിടയിൽ വെച്ച് അഭിലാഷ് ഇതുപോലെ ചോദിച്ചു, ചേച്ചിക്ക് വീട്ടിൽ പോകണമെന്നുള്ള ആഗ്രഹത്തിലിരിക്കുന്നില്ലേ, അപ്പോൾ ചേച്ചി എന്താ പറഞ്ഞു, ചേച്ചിക്ക് എന്തിനാടാ, എനിക്കങ്ങനൊന്നും ഇല്ലടാ, ഞാനങ്ങനെ ചെയ്യത്തില്ല, എപ്പോഴും വരെ നമുക്കിവിടെ നിൽക്കാൻ പറ്റും അത്രയും നേരം ഞാൻ നിൽക്കാൻ തയ്യാറാണ്. പിന്നെ എന്നിട്ട് വീണ്ടും ചേച്ചി എന്തിനാ വെള്ളിയും ശനിയും ആകുമ്പം ഇങ്ങനെ ഭയങ്കര കരച്ചിൽ, ക്യാമറയുടെ ഫ്രണ്ടിൽ പോയിട്ട് വീട്ടിൽ പോകണമെന്ന്. അത് പിന്നെ നമ്മൾ 100 ദിവസം കഴിഞ്ഞാലും വീട്ടിലോട്ടല്ലേ ചെല്ലുന്നത്, പിള്ളേരെ അന്നേരം കാണാമല്ലോ എന്ന് പറയുമ്പം ഇവരെല്ലാവരും ഭയങ്കരമായ ചിരിയാണ്. കാരണം രേണുസുധി സ്ഥിരമായിട്ടൊരു കാര്യമല്ല പറയുന്നത്. മസ്താനി പറയുന്നുണ്ട്, തിങ്കൾ മുതൽ വ്യാഴം വരെ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന രേണുസുധിയെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും എവിക്റ്റഡ് ആക്കാൻ വേണ്ടി ബിഗ് ബോസ് നോക്കുമ്പം ക്യാമറയിലൊന്നും രേണുസുധിയെ കാണുന്നില്ല, എവിടെയോ പോയി ഒളിച്ചിരിക്കുക. പിന്നെ വീണ്ടും അഭിലാഷ് പറയുന്നുണ്ട്, ചേച്ചി ഇവിടെ ആരെങ്കിലും നമ്മുടെ പേര് നോമിനേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ടി വരത്തില്ലേ. അപ്പോൾ രേണുസുധി പറയുന്നുണ്ട്, അത്രയും വലിയ ശത്രുക്കൾ ഇവിടെ എനിക്ക് ആരുണ്ടടാ, എന്നെ അങ്ങനെ ആരും എവിക്റ്റ് ചെയ്യാനാ, എന്നോട് ആർക്കാടാ ഇത്ര വലിയ ശത്രുത, എന്നെയൊന്നും ആരും എവിക്റ്റ് ചെയ്യാൻ സാധ്യതയില്ലെന്ന് രേണുസുധി പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഇവരിത്രയും പേരും കൂടി ഭയങ്കരമായ ചിരിയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്നതിനനുസരിച്ച് നിവിന് കറക്റ്റായിട്ട് രേണുസുധിയായിട്ട് അങ്ങ് അഭിനയിക്കുകയാണ് ലൈവിൽ.